നമസ്കാരം. നിലവിലുള്ള GST സ്ലാബുകളിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തി GST 2.0 ദീപാവലിയോടനുബന്ധിച്ച് നടപ്പിലാക്കും എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ സജീവമാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് ഈ സ്മോൾ കാറുകൾക്ക് അതിനൊരു ബെനിഫിറ്റ് ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ കാര്യമാണ്. സർക്കാർ അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ പ്രതീക്ഷയായിട്ടും നമുക്ക് വയ്ക്കാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രൈം മിനിസ്റ്റർ വന്ന് അനൗൺസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ GSTയിലെ കാര്യമെന്ന് പറയുന്നത് കാര്യമായിട്ട് സർക്കാരിൻ്റെ വരുമാനത്തെ ബാധിക്കുന്നൊരു കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലൊരു കാര്യം വളരെ നിരീക്ഷണത്തോടു കൂടി വേണം നമ്മൾ ഇരിക്കാനായിട്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് E20 പെട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഫ്ലെക്സ് ഫ്യൂവൽ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് 2023 മുതൽ പല വാഹന നിർമ്മാതാക്കളും പോയിട്ടുണ്ട്. നമ്മൾ കോണ്ടന്റിലേക്ക് കടന്നു. എന്നാൽ പോലും നമ്മൾ എടുത്തു പോകേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ചിൻ്റെ ഫ്ലെക്സ് ഫ്യൂവൽ അത് പല ഓട്ടോ ഷോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല മാരുതി സുസുക്കിയുടെ വാഗണാറിൻ്റെ ഫ്ലെക്സ് ഫ്യൂവൽ ഇപ്പോൾ മഹീന്ദ്രയും ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് E85 15% മുതൽ 85% വരെ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള രീതിക്ക് വരുന്ന പെട്രോൾ അത് ഉപയോഗിക്കാൻ പര്യാപ്തമായിട്ടുള്ള എഞ്ചിനുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള എഞ്ചിനുകളിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. കാരണം എത്രത്തോളം എത്തനോൾ കോൺസെൻട്രേഷൻ ഉണ്ട് അത് റിയൽ ടൈം മോണിറ്റർ ചെയ്യുന്ന സെൻസർ സംവിധാനങ്ങൾ അവിടെ വേണ്ടി വരും. അതുമാത്രമല്ല കോൾഡ് സ്റ്റാർട്ടിനെയൊക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഫ്യൂൽ റെയിലിലും ഇഞ്ചക്ടറിലൊക്കെ അല്ലെങ്കിൽ ഇഞ്ചക്ടർ ഹീറ്ററിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. ഇഞ്ചക്ടർ ഹീറ്ററൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഗ്രേഡുകളൊക്കെ എഞ്ചിനിൽ വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനെ പെട്രോൾ എഞ്ചിനെ അതിന് നമുക്ക് എടുക്കാം. അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഈ ഒരു ഇംപ്യൂർ ആയിട്ടുള്ള ഇംപ്യൂർ എന്ന് തന്നെ പറയാം. കാരണം ഇത് പ്യൂർ പെട്രോൾ അല്ല. യഥാർത്ഥത്തിൽ 85% എത്തനോൾ കലർന്ന പെട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും അതായത് മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 15% പെട്രോൾ കലർന്ന എത്തനോൾ എന്ന് പറയാം. അപ്പോൾ അതിന് പെട്രോളിൻ്റെ കാശ് മേടിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം പെട്രോളിൻ്റെ എമൗണ്ട് കുറയുന്ന അനുസരിച്ചിട്ട് ഈ പറയുന്ന ഫ്ലെക്സ് ഫ്യൂവൽ അതായത് എത്തനോൾ കലർന്ന പെട്രോളിൻ്റെ വിലയും കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. 85% അല്ലെങ്കിൽ 20% ഒക്കെ എത്തനോൾ കലർന്ന പെട്രോൾ വിൽക്കുമ്പോൾ നിലവിലുള്ള പെട്രോളിൻ്റെ പൈസയാണോ വാങ്ങേണ്ടത്? ആ 20% എത്തനോളിൻ്റെ കാശെങ്കിലും കളഞ്ഞിട്ട് ബാക്കിയുള്ള 80% പെട്രോളിൻ്റെ പൈസയല്ലേ വാങ്ങേണ്ടത്? ഇതൊക്കെ ആരോട് ചോദിക്കാൻ എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓരോ മാനുഫാക്ചേഴ്സും പതുക്കെ ഫ്ലെക്സ് ഫ്യൂവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫ്ലെക്സ് ഫ്യൂവൽ എന്ന് പറയുന്നത് ഭാവിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ഭാവിയല്ല. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോമൊബൈൽ ഫീൽഡിലെ പ്രധാനപ്പെട്ട ചില അപ്ഡേഷനും അതുമാത്രമല്ല GST എങ്ങാനും കുറഞ്ഞു കഴിഞ്ഞാൽ വാഹന നിർമ്മാതാക്കൾ അസംസ്കൃത വസ്തുക്കളുടെ വില കൂടി എന്ന് പറഞ്ഞ് വാഹനത്തിൻ്റെ വില കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ലാഭം പോകുമോ എന്നുള്ള ആശങ്കയെക്കുറിച്ചിട്ടുമാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പരിമിതമായിട്ടുള്ള സോഴ്സിൽ നിന്നും റിസർച്ചുകൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനെ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ആദ്യമേ തന്നെ വെന്യൂവിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണ്. വെന്യൂവിൻ്റെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു മേജർ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ വെന്യൂവിന് വരാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇൻറ്റീരിയറിലെ സ്പൈ ഷോട്ടുകളിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല ഇൻബിൽഡ് ഡാഷ് ക്യാമറയൊക്കെ ഒരു വാഹനത്തിലേക്ക് വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു കർവി ലീനിയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺകേവ് ടൈപ്പ് ഓഫ് സ്ക്രീനാണ്. കോൺകേവ് നമുക്ക് ഫുള്ളായിട്ട് പറയാൻ കഴിയില്ല. എന്നാൽ പോലും 0.2 ഇഞ്ചിൻ്റെ കർവി ആയിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇവിടെ വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഫ്രണ്ടിൽ കാര്യമായിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജിൽ വ്യത്യാസമുണ്ട്. നിലവിലുള്ള പവർ ട്രെയിൻ തന്നെയായിരിക്കും ഈ ഒരു വാഹനത്തിലേക്ക് വരിക. ഒക്ടോബർ 2nd വീക്കിൽ ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. മാക്സിമം ഒരു 10 to 15,000 വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റിയറിംഗ് വീല് ഡിഫറൻ്റ് ആയിരിക്കും. ഒരു പുതിയ സ്റ്റിയറിംഗ് വീല് ഈ ഒരു വാഹനത്തിലേക്ക് വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അപ്രൈറ്റ് ആയിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കും. അതിന് താഴെയായിരിക്കും AC വെൻറ്റുകളൊക്കെ പ്ലേസ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെന്യൂവിന് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേജർ അപ്ഡേഷനാണ് ഇനി വരാൻ പോകുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. GST സ്ലാബ് മാറുമോ ഇല്ലയോ അത് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോസൊക്കെ ചെയ്തതാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായാൽ ഇനിയിപ്പം എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ കാർ മാനുഫാക്ചേഴ്സ് വില കൂട്ടുമോ എന്നൊരു വലിയൊരു ചോദ്യമുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരുപാട് ഇൻവെൻട്രി ഇപ്പോഴും പല മാനുഫാക്ചേഴ്സിൻ്റെയും സെയിൽസ് ഔട്ട്ലെറ്റിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഷോറൂമുകളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷോറൂമുകാർ സാധാരണ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്കായിട്ട് വാഹനം വാങ്ങും. അത് ശരിക്കും പറഞ്ഞാൽ ബാങ്കിൽ
നിന്നും ഹ്യൂജ് എമൗണ്ട് ലോൺ എടുത്തിട്ടായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഈ വാഹനങ്ങൾ യാർഡിൽ കിടക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള നഷ്ടമാണ് വരുന്നത്. പല ആളുകളും പേഴ്സണലി പല ഷോറൂംസിലും നമ്മൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും ഇപ്പോൾ അവർ വാഹനം വാങ്ങാനായിട്ട് തീരുമാനമെടുത്ത അല്ലെങ്കിൽ ഡെലിവറിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പല ആളുകളും ആ ഡെലിവറിയൊക്കെ പോസ്റ്റ്പോൺ ചെയ്യുന്നു. GSTയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് വാഹനം എടുക്കാം എന്നുള്ള രീതിക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഷോറൂമിലെ ആൾക്കാർ പറയുന്നത് മിക്കവാറും പറയുക അത്തരത്തിൽ ഒരു ചേഞ്ചൊന്നും വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ വാഹനത്തിന് ഇനി വില കൂടാൻ പോകും, അതുമാത്രമല്ല വാഹനം നിങ്ങൾ ബുക്ക് ചെയ്ത എമൗണ്ട് റീഫണ്ട് ചെയ്യില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. തീർച്ചയായിട്ടും റീഫണ്ട് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മൾ വാഹനം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ചോദിക്കണം റീഫണ്ട് ഇൻ കേസ് നമ്മൾ റീഫണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചാർജ് നിങ്ങൾ എടുക്കുമോ എന്ന് ആദ്യമേ തന്നെ ചോദിക്കണം. ചാർജ് എടുക്കില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തരുന്ന റെസിപ്റ്റിൽ അത് മെൻഷൻ ചെയ്യാൻ പറയണം. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരുപാട് ഇൻവെൻട്രി ഇപ്പോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് ഡീലേഴ്സിൻ്റെ പക്കലുണ്ടെങ്കിൽ അവരത് വിറ്റഴിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ മാക്സിമം അവരുടെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർക്കൊരു ബിസിനസ്സാണ്, അവർ ലോൺ എടുത്തിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്, അസംസ്കൃത വസ്തുക്കളുടെ വില കൂടും എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ വാഹനങ്ങളുടെ GST കുറച്ചാൽ പോലും പിന്നീട് വാഹന നിർമ്മാതാക്കൾ വില കൂട്ടുമെന്ന് ചോദിച്ചാൽ അതിന് കാര്യമായിട്ടുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ പോലും അസംസ്കൃത വസ്തുക്കളുടെ വില കൂടി അല്ലെങ്കിൽ രൂപയുടെ മൂല്യം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം വാഹന നിർമ്മാതാക്കൾ ഓരോ വർഷവും വാഹനത്തിൻ്റെ വില കൂട്ടാറുണ്ട്. അപ്പോൾ അത് സ്ഥിരം ഒരു കലാപരിപാടിയായിട്ട് നമ്മൾ എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഓരോ വർഷത്തിൻ്റെ ആരംഭത്തിലും അല്ലെങ്കിൽ ഏപ്രിലിന് ശേഷമൊക്കെ ഇത്തരത്തിൽ വാഹനങ്ങളുടെ വില കൂടുന്ന ഒരു പ്രതിഭാസം നമ്മൾ കാണാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഓഗസ്റ്റ് മാസമാണ്, സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ GSTയിലെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എന്നാണോ ബില്ല് ചെയ്യുന്നത്, ആ ബില്ല് ചെയ്യുന്ന ദിവസം എന്താണോ എക്സ് ഷോറൂം പ്രൈസ്, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതൊരു വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വാഹനം മേടിക്കാൻ അല്ലെങ്കിൽ വാഹനം ബുക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ബ്രോഷർ കണ്ട് പരസ്യം കണ്ട് വാഹനം ബുക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു വാഹനത്തിന് 7,99,000 രൂപയാണ് അല്ലെങ്കിൽ 9,99,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. അത് കണ്ട് നമ്മൾ ബുക്ക് ചെയ്യും. പക്ഷേ ആ വാഹനം ഒരു 2 മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, അല്ലെങ്കിൽ 3 മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതിനുശേഷം നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ വാഹനത്തിൻ്റെ വില കൂടിയെന്നിരിക്കാം. 9,99,000 നിന്നും ഒരു 15,000 കൂടി കഴിഞ്ഞാൽ 10 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് പോയി. നമ്മളവിടെ എക്സ്ട്രാ പൈസയും കൊടുക്കേണ്ടി വരും. അതുമാത്രമല്ല 1% TCSും കൊടുക്കേണ്ടി വരും. ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ വ്യക്തമായിട്ടുള്ളൊരു നിയമം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ എന്താണോ വില, അത് നമുക്ക് ആ വിലയിൽ നമുക്ക് വാഹനം തരാൻ ബാധ്യസ്ഥരല്ലേ. യഥാർത്ഥത്തിൽ ആ ഒരു ബഡ്ജറ്റ് കണ്ടിട്ടല്ലേ നമ്മൾ വാഹനം വാങ്ങാനായിട്ട് പോകുന്നത്. അല്ലാതെ വാഹനം ബില്ല് ചെയ്യുന്ന സമയത്ത് എന്താണോ വില കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണോ? യഥാർത്ഥത്തിൽ വാഹനത്തിൻ്റെ വില കണ്ട് നമ്മുടെ ബഡ്ജറ്റ് ഇട്ടിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. പിന്നീട് വാഹനം ഡെലിവറി എടുക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഡെലിവറി സമയത്ത് വില കൂടിയാൽ അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. യഥാർത്ഥത്തിൽ അതിനുള്ളൊരു നിയമവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒക്ടോബറിൽ ഇത്തരത്തിൽ നിയമം അല്ലെങ്കിൽ GSTയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ വിലയെല്ലാം കൂടുന്നത് ഒരു ഏപ്രിലിനോടനുബന്ധിച്ചായിരിക്കും, അല്ലെങ്കിൽ ഏപ്രിലിന് കഴിഞ്ഞതിന് ശേഷമായി. ചില വാഹന നിർമ്മാതാക്കൾ നേരത്തെ തന്നെ വില കൂടും എന്നുള്ള കാര്യം അനൗൺസ് ചെയ്യും. അത് ജനുവരിയോടുകൂടിയൊക്കെ കൂടും എന്നൊക്കെ അനൗൺസ് ചെയ്യും. തീർച്ചയായിട്ടും വില കൂടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിന് മുമ്പേ തന്നെ നമുക്കൊരു ഇൻറ്റിമേഷൻ തീർച്ചയായിട്ടും തന്നിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും വില കൂടിയെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ വാഹനം വാങ്ങാനുള്ളൊരു സമയമുണ്ട്. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസം തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുണ്ട്. ഈ 3 മാസം എന്ന് പറയുന്നത് ഓഫറുകളുടെ മാസമാണ്, ബയർ സെൻട്രിക് മാർക്കറ്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഓൾഡ് സ്റ്റോക്ക് ആകുന്നത്, ആ ഒരു വർഷം ഉണ്ടാക്കിയ വാഹനങ്ങൾ തീർച്ചയായിട്ടും ഓൾഡ് സ്റ്റോക്ക് ആകും എന്നൊരു ഭയം ഡീലേഴ്സിൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പക്ഷേ അവരത് കാണിക്കത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ട് ഹെൽത്തി ആയിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങിക്കുക. കാരണം ഇയർ എൻഡ് വാഹനങ്ങൾക്ക് കൂടുതൽ ഓഫേഴ്സ് ലഭിക്കും. വാഹനം വാങ്ങാൻ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ഇയർ എൻഡ് സമയത്ത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളാണ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.